ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കാൻ പോകുകയാണ്. 2000 രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക. അതിൽ തന്നെ 8 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക. അതായത് 1500 ലഭിക്കുന്നവർക്കും 1700 ലഭിക്കുന്നവർക്കും 1800 ലഭിക്കുന്നവർക്കും അവർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സഹായമാണ്. അത് പിന്നീടായിരിക്കും ലഭിക്കുക. പക്ഷേ ആ വിതരണം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് അത് വിതരണം ചെയ്യേണ്ടത്. അത് നമ്മുടെ ആധാറുമായി സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക ക്രെഡിറ്റ് ആവുക. പെൻഷൻ വിതരണം 25-ാം തീയതി മുതൽ ആരംഭിച്ച് അടുത്ത ആഴ്ചയോടെ വിതരണം അവസാനിക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ബുധനാഴ്ച തന്നെ വിതരണം ആരംഭിക്കുമെങ്കിലും എല്ലാവർക്കും അന്ന് തന്നെ തുക ലഭിക്കണമെന്നില്ല. കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി കൈകളിലെത്താൻ താമസം നേരിട്ടേക്കാം. അങ്ങനെയുള്ളത് കൊണ്ടാണ് വിതരണത്തിന് ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ കർഷകർ. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ഗഡുതുകയാണ് ഇനി ലഭിക്കാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂന്നാം മാസമായ ഫെബ്രുവരിയിൽ തന്നെ തുക ലഭിച്ചിരുന്നു. ഈ വർഷവും ഫെബ്രുവരിയിൽ തന്നെ ആനുകൂല്യ വിതരണം ഉണ്ടാകുമെന്ന് സൂചനയൊക്കെ എത്തിയിരുന്നെങ്കിലും തുക വിതരണം മാർച്ച് മാസത്തിലായിരിക്കുമെന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുക വിതരണ തീയതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയായിട്ടുമുണ്ട്. വിതരണ തീയതി മാത്രം പ്രഖ്യാപിച്ചാൽ മതി. ഗുണഭോക്തൃ പട്ടിക പുതുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി മാസം 27-ാം തീയതിയോടെ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ PM കിസാൻ വെബ്സൈറ്റിൽ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ ഓപ്ഷൻ ലഭ്യവുമാണ്. അർഹരായ എല്ലാ ഗുണഭോക്താക്കളുടെയും പുതിയ ലിസ്റ്റ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കർഷകർക്ക് PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമായിരിക്കും 2000 രൂപയുടെ ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുക. പുതിയ ഗുണഭോക്തൃ ലിസ്റ്റ് പരിശോധിക്കാനായി pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ നമ്മുടെ സംസ്ഥാനം, അതോടൊപ്പം ജില്ല, ബ്ലോക്ക്, അതുപോലെ വില്ലേജ് ഉൾപ്പെടെ ശരിയായി സെലക്ട് ചെയ്താൽ ആ വില്ലേജിലെ PM കിസാൻ അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും പേര് കാണാൻ സാധിക്കുന്നതാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ലഭ്യമാകുക. ഇതിൽ നിന്നും നിങ്ങളുടെ പേര് തിരഞ്ഞു പിടിച്ച് സ്റ്റാറ്റസ് ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. അതായത് ലാൻഡ് സീഡിംഗ് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഇവ കൃത്യമല്ലാത്തവർക്ക് തുക മുടങ്ങാൻ സാധ്യതയുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT മുഖേന പണം കൈമാറുന്ന രീതി ആയതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യേണ്ടതും നിർബന്ധമാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.